ഹലോ ഡിയേഴ്സ്, +1 റിസൾട്ട് വന്നു കഴിയുമ്പോഴാണ് പല കുട്ടികൾക്കും ടെൻഷൻ കൂടുന്നത്. പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല, ഇനി എന്തു ചെയ്യും? ഫുൾ A+ കിട്ടിയിട്ടില്ല, +2 ഇനി എനിക്ക് മാർക്ക് നേടാൻ സാധിക്കുമോ? അങ്ങനെ പല സംശയങ്ങളാലും വിഷമിക്കുന്ന കുട്ടികളുണ്ട്. നിങ്ങൾ വിഷമിക്കേണ്ട. ഇനി നമുക്ക് മാക്സിമം മാർക്ക് നേടാനുള്ള 2 വഴികൾ ശ്രദ്ധിക്കൂ. നമുക്ക് നേടിയെടുക്കാം. ഒന്ന് ശ്രമിച്ചാൽ മതി. നമ്പർ 1, ഇംപ്രൂവ്മെൻ്റ് എക്സാമിലൂടെ നമുക്ക് +2-ൽ +1-ന് കുറഞ്ഞു പോയ മാർക്കുകൾ നേടിയെടുക്കാം. മാക്സിമം 3 സബ്ജക്ട്സാണ് +1-ന് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നത്. +1-ന് നഷ്ടമായ മാർക്ക് നേടിയെടുക്കാനാകുന്ന ഏറ്റവും ബെസ്റ്റായ വഴിയാണ് ഇംപ്രൂവ്മെൻ്റ് എക്സാം. +1-ൻ്റെ റിസൾട്ട് വന്നപ്പോൾ ചില കുട്ടികൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഫുൾ A+ പ്രതീക്ഷിച്ചു, പക്ഷേ 5 A+ ലഭിച്ചുള്ളൂ. അങ്ങനെ 5 A+ ആണ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ A+ കിട്ടാത്ത ആ ഒരു വിഷയം നന്നായി പഠിച്ച് ഇംപ്രൂവ്മെൻ്റ് എക്സാമിലൂടെ നമുക്ക് A+ ആക്കിയെടുക്കാൻ സാധിക്കും. നിങ്ങൾക്കിപ്പോൾ 4 A+ ആണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ A+ കിട്ടാത്ത മറ്റു 2 സബ്ജക്ട്സും ഇംപ്രൂവ് ചെയ്യുക. ഇംപ്രൂവ്മെൻറ്റിലൂടെ ഫുൾ A+ നേടാം. അതുപോലെ തന്നെ 3 A+ ആണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ മറ്റു 3 സബ്ജക്ട്സും ഇംപ്രൂവ് ചെയ്ത് ഫുൾ A+ ആക്കാം. ഞാൻ പറഞ്ഞല്ലോ, മാക്സിമം 3 സബ്ജക്ട്സാണ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ +1-ന് 3 A+ കിട്ടിയിട്ടുള്ളൂ എങ്കിൽ പോലും നമുക്ക് ഇംപ്രൂവ്മെൻറ്റിലൂടെ 6 A+, അതായത് ഫുൾ A+ നേടാൻ സാധിക്കും. ഒന്ന് നിങ്ങൾ മനസ്സ് വച്ചാൽ മതി. നമുക്ക് മനസ്സുണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ച് നമുക്ക് ഇംപ്രൂവ്മെൻ്റ് എക്സാമിലൂടെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം. ഇംപ്രൂവ്മെൻ്റ് റിസൾട്ടിൽ മാർക്ക് കുറഞ്ഞാലും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ആദ്യം കിട്ടിയ മാർക്ക് തന്നെ നിലനിൽക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് +1 റിസൾട്ട് വന്നപ്പോൾ ഒരു സബ്ജക്റ്റ് കിട്ടിയില്ല എന്ന് വിചാരിക്കൂ. വിഷമിക്കേണ്ട. ഇംപ്രൂവ്മെൻ്റ് എക്സാമിലൂടെ ആ ഒരു സബ്ജക്റ്റ് നല്ലവണ്ണം പഠിച്ച് ജയിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ 2 സബ്ജക്റ്റ് കിട്ടിയില്ല എങ്കിൽ ആ 2 സബ്ജക്റ്റ് ഇംപ്രൂവ് ചെയ്യൂ, നമുക്ക് ജയിക്കാം. സോ ഒന്നാമത്തെ വഴി നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇംപ്രൂവ്മെൻ്റ് എക്സാം എഴുതുക. രണ്ടാമത്തെ വഴി +2 ലെസൺസ് നന്നായി പഠിക്കുക. +2 ലെസൺസ് മാക്സിമം ട്രൈ ചെയ്യുക. മാക്സിമം മാർക്കിന് വേണ്ടി ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. +2 ലെസൺസ് നല്ലവണ്ണം പഠിച്ചാലും നമുക്ക് ഫുൾ A+ ആക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. കാരണം +1 +2 2 വർഷത്തെയും ഒരുമിച്ചുള്ള മാർക്കാണ് നിങ്ങളുടെ +2 റിസൾട്ട്. 2 വർഷമായി 80 മാർക്സിൻ്റെ സബ്ജക്ട്സിന് ടോട്ടൽ 200 മാർക്ക്, അതായത് 200-ന് 180 മാർക്കുണ്ടെങ്കിൽ +1 +2 ടോട്ടൽ 200 മാർക്കിൻ്റെ സബ്ജക്ട്സിന് 180 ഉണ്ടെങ്കിൽ 180 A+. അതുപോലെ പ്രാക്ടിക്കൽ വരുന്ന സബ്ജക്ട്സും +2-ന് പ്രാക്ടിക്കൽ, തിയറി, CE മാർക്ക് എല്ലാം ടോട്ടൽ 200 മാർക്സിനാണ്. അപ്പോൾ ഒരു സബ്ജക്റ്റിന് 200-ന് 180 കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് A+ ആകും. അത് +2-ന് മാർക്ക് നേടാൻ ഈസിയാണ്. അപ്പോൾ ഒന്ന് ശ്രമിക്കുക, നിങ്ങൾക്ക് വളരെ ഈസിയായി ഫുൾ A+ നേടാം. അപ്പോൾ ചിലരുടെ സംശയമാണ്, ഇപ്പോൾ +1-ന് എനിക്ക് 100-ന് 82 ഉണ്ട്, എന്നാൽ +2-ന് ഇനി എത്ര മാർക്ക് കിട്ടിയാലായിരിക്കും A+ നേടാൻ കഴിയുന്നത്? അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ ഇത്ര മാർക്കുണ്ട്, ഇനി എത്ര മാർക്ക് നേടിയാൽ +2-ന് A+ നേടാം, അല്ലേ? അപ്പോൾ അങ്ങനെ സംശയമുള്ള കുട്ടികൾക്ക് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഗ്രേഡ് കാൽക്കുലേഷൻ സുനിതാസ് ഫേവറിറ്റ് വേൾഡ് എന്ന് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുക. ആ വീഡിയോയിൽ ഞാൻ വളരെ വിശദമായി +1 +2 എത്ര മാർക്കൊക്കെ കിട്ടിയാൽ A+ നേടാൻ സാധിക്കും എന്ന് വളരെ കാൽക്കുലേഷനോടുകൂടെ പറയുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക, അത് നിങ്ങൾക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ +1 ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ +1 ഇംഗ്ലീഷ് ഇംപ്രൂവ്മെൻറ്റ് എന്ന ആ ഒരു ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ആവുക. +1 ഇംഗ്ലീഷ് ക്ലാസ്സുകളുടെ കമൻറ്റ് ബോക്സിൽ ഞാനതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. ഈ വീഡിയോയുടെ താഴെയും ഞാനത് ആഡ് ചെയ്യാം. കമൻറ്റ് ബോക്സിൽ അത് ക്ലിക്ക് ചെയ്ത് അതിലേക്ക് ജോയിൻ ആവുക. അതിനോടൊപ്പം +2 ഇംഗ്ലീഷ് എന്നൊരു ടെലഗ്രാം ഗ്രൂപ്പുണ്ട്, അതിലും നിങ്ങൾ ജോയിൻ ആവുക. അതിലും ഞാൻ +2 ഓരോ ക്ലാസ്സും എൻ്റെ സ്കൂളിൽ എടുക്കുന്ന ക്ലാസ്സുകൾ ആ ഗ്രൂപ്പിലേക്കും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അത് നോക്കി പഠിക്കുക. ഉറപ്പായും നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. ഈ വർഷം തന്നെ എൻ്റെ ക്ലാസ്സിൽ 5 കുട്ടികൾക്കാണ് +1 ഇംഗ്ലീഷിന് ഫുൾ മാർക്ക്, അതായത് 100 ഔട്ട് ഓഫ് 100 സ്കോർ ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട, ഒന്ന് ട്രൈ ചെയ്യുക. നമുക്ക് +2-ന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, ഗുഡ് ലക്ക്.